ലൂസിയുടെ ഡ്രോയിങ്സ് കണ്ട് അയാൾക്ക് ദൈവത്തോട് അടുപ്പമുണ്ടാകുന്നു. അതുവഴി അയാൾക്ക് സമാധാനവും കിട്ടുന്നു. ക്രിസ്മസ് വന്നു. ലൂസിയുടെ ഹെൽത്തും തകരാറിലാകാൻ തുടങ്ങി. ക്രിസ്മസിന്റെ തലേന്ന് അച്ഛനോട് താൻ ദിവസവും അയാളുടെ റൂമിൽ പോകാറുണ്ടെന്നുള്ള സത്യം വെളിപ്പെടുത്തി. ഗാർഡിയൻ ഏഞ്ചൽ തന്നെ സഹായിക്കാറുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇന്ന് അച്ഛൻ എൻ്റെ കൂടെ ആ റൂമിൽ വരണമെന്ന് അവൾ പറയുന്നു. പോകുന്ന വഴി അവിടെയുള്ള എല്ലാവരെയും അവൾ ഗ്രീറ്റ് ചെയ്തു. അലാം ക്ലോക്ക് റിംഗ് ചെയ്യുമെന്ന് പറഞ്ഞതും അതുപോലെ സംഭവിച്ചതും അച്ഛൻ അതിശയിച്ചു. പോലീസ് കാണാതെ റൂമിൽ കയറിയതും ജയിൽ പുള്ളിയുടെ മാറ്റം കണ്ടും അച്ഛൻ അതിശയിക്കുന്നു. അവൾ എഴുതിയ ബുക്ക് അയാൾക്ക് കൊടുത്തിട്ട് ദൈവം നിങ്ങളെ ഒത്തിരി ഇഷ്ടപ്പെടുന്നു, മേരി ക്രിസ്മസ് എന്നും പറഞ്ഞു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ലൂസിക്ക് ഇംപ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നില്ല. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള സമയം അവൾ അച്ഛനോട് കഥ പറയാൻ പറയുന്നു. ലൂസി എഴുതിയ ബുക്കിൻ്റെ അവസാന പേജിൽ അവൾ എഴുതിയിരിക്കുന്നു, എൻ്റെ കിഡ്നി താങ്കൾക്ക് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വായിച്ചു കഴിഞ്ഞ് അയാൾ പോലീസ് അറിയാതെ ലൂസിയെ കാണാൻ ചെന്നെങ്കിലും ലൂസി മരിച്ചിരുന്നു. ലൂസി തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ പിടിച്ച്